ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ ചെല്ലാൻ ബാധ്യസ്ഥനെന്ന് കരാറുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനു മുകളിൽ സ്വർണമുണ്ടെന്ന് താൻ ഇപ്പോഴാണ് അറിയുന്നത്. പാളികൾ ഒരു പ്രദർശന വസ്തു ആക്കിയിട്ടില്ല. തനിക്ക് തന്നത് ചെമ്പ് തന്നെയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് പറഞ്ഞു. അല്ല, അവരെപ്പോ വിളിച്ചാലും പോണമല്ലോ. അത് നിങ്ങൾക്ക് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ അവർ എന്നെ വിളിക്കുന്ന സമയത്ത് പോകേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ അപ്പം ഞാൻ ചെല്ലും. അത് ഏത് സമയത്ത് വന്നാലും ചെല്ലും. ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹസ്തറിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതിന് മുകളിൽ എനിക്ക് അവരോട് പറയാൻ പറ്റൂ. ഇപ്പം മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു എന്നും അതിൽ ഇങ്ങനെമാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്താണ്. അപ്പൊ എനിക്ക് ചെമ്പെന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ സ്വർണം പൂശിയത് സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ സമയത്ത് കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ തീരുമാനം എടുത്ത് തന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദിസ്ന സുരേഷ് നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ദിസ്ന, അടിമുടി ദുരൂഹതയാണ് ഈ മനുഷ്യന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ കരാറുകാരൻ പറയുന്നത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിജിലൻസ് ഇന്ന് ഹാജരാകുവാൻ പറഞ്ഞിട്ടുണ്ട്. താൻ ഹാജരാവും എന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ തനിക്ക് നോട്ടീസ് പോലും ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഭവവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തുന്നത്. പ്രധാനമായും ഹാജരാവാൻ ആവശ്യപ്പെട്ടാൽ താൻ ഹാജരാവും, തൻ്റെ കയ്യിലുള്ള ഡോക്യുമെന്റുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി വിശകലനം നടത്തിയാൽ പറയുന്ന കാര്യങ്ങളിൽ പോലും കൃത്യമായൊരു വ്യക്തതയില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് പോലും വിശദമായി ഇതിനെ ന്യായീകരിക്കുവാൻ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു എന്നത് പരാതി പറഞ്ഞിട്ടില്ലെന്നും താൻ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നടപടി വരട്ടെ എന്നൊരു കാര്യം പറഞ്ഞ് കൈ കഴുകുന്ന ഒരു മനോഭാവത്തിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ ഉൾപ്പെടെ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയം, അതുകൊണ്ട് കൂടുതലായി തനിക്ക് ഇതിലൊന്നും പറയുവാനില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് മാധ്യമങ്ങൾ, അതായത് ഈ വീടിന് പരിസരത്ത് നിന്ന് പോകണമെന്ന് പറയുമ്പോഴും പിന്നീട് മാധ്യമങ്ങളെ കാണാൻ അയാൾ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കൃത്യമായി വാക്കുകൾ പിന്നീട് മാറ്റി പറയുന്ന ഒരു രീതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോവുകയാണ്. ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് തനിക്ക് ഇതുവരെ ഇത് സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടില്ല. നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും ഇയാളെ ചോദ്യം ചെയ്തതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് കൃത്യമായി അറിയാൻ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശനിയാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി എന്നൊരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പറയുന്നു ഇതുവരെ തങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. ഗൗതം, ദിസ്ന, അത് സ്വാഭാവികമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇവരുമായൊക്കെ വളരെ അടുത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതിനാൽ സ്വാഭാവികമായും ഈ അന്വേഷണത്തിന് വിളിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിൻ്റെ സമയകാല പരിധികൾ വൈകിപ്പിക്കുന്നതിലുമൊക്കെ വലിയ തോതിലുള്ള ചില ഇടപെടലുകൾ മുകളിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഗൗതം, അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് വിടുകയാണെങ്കിൽ അതിനൊരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു കാര്യമാണ് ഈ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. പ്രധാനമായും അവർ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തിലും അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വിളിപ്പിക്കുന്നതിൽ എന്ത് കാര്യം എന്നത് ആണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത്. പക്ഷെ അത്തരത്തിൽ
അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സന്ദർഭത്തിലേക്ക് പോകുമ്പോഴും പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത ആളുകളുമായുള്ള ബന്ധം നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നത ആളുകളുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് CPM-ന്റെ മന്ത്രിമാരായിട്ടൊക്കെയുള്ള അടുപ്പം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ ആരാണ് പ്രതി എന്നതിൽ ഒരു അവ്യക്തത തുടരുകയാണ്. കൃത്യമായി പറഞ്ഞാൽ നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിപ്പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെ സംരക്ഷിക്കുവാനാണ് ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമത്തിൻ്റെ ഇടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതൊരു രാഷ്ട്രീയമായ ഗൂഢാലോചന എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം, കൃത്യമായ ആസൂത്രണം നടക്കുന്നു എന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉൾപ്പെടെ ബൈറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കൃത്യമായി വിശ്വാസികൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു ചലനം സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വലിയൊരു ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വയ്ക്കുന്നത് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഇന്ന് പോവില്ല, പക്ഷേ നോട്ടീസ് ലഭിച്ചാൽ താൻ ചോദ്യം ചെയ്യലിന് പോകും. കോടതിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് കൃത്യമായ ഡോക്യുമെന്റുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കുമെന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വയ്ക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് വൈകുകയാണ്. തനിക്ക് ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. തനിക്ക് ലഭിച്ചത് ചെമ്പാണെന്നും ഇത്രയധികം സ്വർണമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് തുടങ്ങി ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വലിയ തോതിലുള്ള ദുരൂഹതകൾ ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒപ്പം ദേവസ്വം ബോർഡും കൃത്യമായി തന്നെ പ്രതിക്കൂട്ടിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിസ്ന സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.